Mamma's dishwash liquid. Soft on hands. ആ സർവേ ഫലം ചെറുതായൊന്നുമല്ല ബി.ജെ.പിയെ വിരട്ടിയത്. ചെറിയ രീതിയിലാണെങ്കിൽ പോട്ടെന്ന് വെക്കാമായിരുന്നു. പക്ഷേ കത്തിജ്വലിച്ചു നിൽക്കുന്ന ഈ സമയത്ത് ബി.ജെ.പിക്ക് ഈ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിടേണ്ടി വന്നു കഴിഞ്ഞാൽ ചെറുതായൊന്നുമല്ല അത് ബാധിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനങ്ങളിൽ ഒന്നായ ബീഹാർ ഹിന്ദി ഹൃദയഭൂമിയുടെ നെടും തൂണിൽ തിരിച്ചടി ലഭിച്ചു കഴിഞ്ഞാൽ അത് നാണക്കേട് മാത്രമല്ല, തിരിച്ചു വരാൻ ഇത്തിരി പാടായ കാര്യവും കൂടിയാണ്. പറഞ്ഞു വരുന്നത് ടൈംസ് നൗ സീ വോട്ടർ സർവേയെ കുറിച്ചാണ്. ബീഹാറിൽ 28-ാം തീയതി നടക്കുന്ന തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു സർവേ അവർ പുറത്തുവിട്ടു. ആ സർവേ NDAക്ക് ശക്തമായ തിരിച്ചടിയാണ് വിളിച്ചോതുന്നുള്ളത്. NDA എന്ന് വെച്ചു കഴിഞ്ഞാൽ ബി.ജെ.പിയും ഒപ്പം JDയും സഖ്യത്തിലുള്ള NDA. അതായത് പണ്ട് ജനതാദളായിരുന്നു, അത് രണ്ടായി പിരിഞ്ഞ് RJD ആയി മാറി, മറ്റൊന്ന് JDU ആയി മാറി. JDU നിതീഷ് കുമാറിന്റെ പക്ഷവും RJD ലാലു പ്രസാദ് യാദവിന്റെ പക്ഷവും. 2015 ഈ രണ്ടുപേരും ഒന്നിച്ചു നിന്ന് മത്സരിച്ച് കോൺഗ്രസും കൂടെ കൂടിയപ്പോൾ ഏകദേശം 180ഓളം വരുന്ന വലിയ ഒരു സീറ്റ് തന്നെ ഇവർക്ക് ലഭിച്ചു എന്നുള്ളതാണ്. ആ മഹാസഖ്യം വലിയ വിജയത്തിലേക്ക് കടന്നുപോയപ്പോൾ ആ സഖ്യത്തെ ചതച്ച് നിതീഷ് കുമാർ ബി.ജെ.പിയുടെ പാളയം തിരഞ്ഞെടുത്ത് NDAയുടെ ഭാഗമായി ബീഹാറിന്റെ മുഖ്യമന്ത്രിയായി ഇന്നും തുടരുകയാണ്. അദ്ദേഹത്തിനെതിരെയുള്ള ശക്തമായ തിരിച്ചടിയാണ് ഈ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക എന്നുള്ളതാണ് ടൈംസ് നൗ സീ വോട്ടർ സർവേ നമുക്ക് മുന്നിൽ എത്തിച്ചു തരുന്നുള്ളത്. അതായത് ബി.ജെ.പിക്കും നിതീഷ് കുമാറിന്റെ രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള JDUക്കും ലഭിക്കുന്ന ശക്തമായ തിരിച്ചടി ആയിരിക്കും ഈ തിരഞ്ഞെടുപ്പെന്ന് ടൈംസ് നൗ വിലയിരുത്തുമ്പോൾ, മറുഭാഗത്തുള്ള ലാലു പ്രസാദ് യാദവിന്റെ മകൻ തേജസ്വി യാദവിനും അതുപോലെ തന്നെ കോൺഗ്രസിനും ഇടത് പാർട്ടികൾക്കും വ്യക്തമായ മുൻതൂക്കം ഈ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നുള്ള വലിയ പ്രതീക്ഷ തന്നെയാണ് ടൈംസ് നൗ സീ വോട്ടർ സർവേ നമുക്ക് മുന്നിൽ എത്തിച്ചു തരുന്നുള്ളത്. സർവേ NDAക്ക് അനുകൂലമായി നിൽക്കുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് വലിയ ഭൂരിപക്ഷം ലഭിക്കാൻ സാധ്യതയില്ല എന്ന് പറയുമ്പോൾ 34% വരുന്ന വോട്ടുകളായിരിക്കും ബി.ജെ.പി അടങ്ങുന്ന JDU അടങ്ങുന്ന NDAക്ക് ലഭിക്കുക. മറിച്ച് കോൺഗ്രസിനും അതുപോലെ തന്നെ RJDക്കും ഇടതിനും 31% ലഭിക്കുമ്പോൾ 24% ആളുകൾ ആർക്കാണ് വോട്ട് രേഖപ്പെടുത്തുക എന്നത് ഇപ്പോൾ തീരുമാനമായിട്ടില്ല. അവർ ട്രെൻഡ് അനുസരിച്ച് നീങ്ങും എന്നുള്ളതാണ് സീ വോട്ടർ സർവേ വളരെ വ്യക്തമായി പറയുന്നത്. അങ്ങനെ ഒരു ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ ബീഹാറിൽ തേജസ്വി യാദവിനാണ് ട്രെൻഡ് അനുകൂലമായി നിൽക്കുന്നത്. ആ ട്രെൻഡ് ഈ ഭാഗത്തേക്ക് ചരിഞ്ഞു കഴിഞ്ഞാൽ സീ വോട്ടർ സർവേയുടെ കണക്കുകൾ ശരിയാണ് എങ്കിൽ അവിടെ വളരെ ശക്തമായ ഒരു മുന്നേറ്റം തന്നെ കോൺഗ്രസ് അടങ്ങുന്ന RJD അടങ്ങുന്ന ഇടത് പാർട്ടികൾ അടങ്ങുന്ന മഹാസഖ്യം കാഴ്ചവെക്കുമെന്നുള്ളതാണ് ടൈംസ് നൗ സീ വോട്ടർ പറയാതെ പറയുന്നത്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ സുശീൽ മോഡി അടങ്ങുന്ന എല്ലാവർക്കും ഇത് ശക്തമായ തിരിച്ചടിയായി മാറും. അങ്ങനെ തിരിച്ചടിച്ചു കഴിഞ്ഞാൽ ഹിന്ദി ഹൃദയഭൂമിയിൽ ബീഹാറിന്റെ മണ്ണിൽ 2015 ആവർത്തിക്കും. പക്ഷേ ആ ആവർത്തനത്തിൽ ഇവിടെ ആരില്ല എന്നുള്ളതാണ് ശരി, JDU ഇല്ല എന്നുള്ളതാണ്. മറിച്ച് ഇടതടങ്ങുന്ന കോൺഗ്രസ് അടങ്ങുന്ന RJD അടങ്ങുന്ന സഖ്യത്തിന് വലിയ മുന്നേറ്റം ഉണ്ടാകുമ്പോൾ അത് രാഷ്ട്രീയപരമായിട്ട് ഹിന്ദി ഹൃദയഭൂമിയിൽ ബി.ജെ.പി കേൾക്കുന്ന ശക്തമായ ഉണങ്ങാത്ത മുറിവായി ബി.ജെ.പിയെ വേട്ടയാണ്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഹിന്ദി ഹൃദയഭൂമി ട്രെൻഡിനനുസരിച്ച് നിൽക്കുമ്പോൾ മറ്റുള്ള സംസ്ഥാനങ്ങളിലും ഈ ട്രെൻഡ് ബാധിക്കുമോ എന്നുള്ളതാണ് ബി.ജെ.പി നോക്കുന്ന ഭയം. എന്തായാലും അവസാന നിമിഷം വരെ കാത്തിരുന്നു കാണേണ്ട ഒരു പോരാട്ടമായിരിക്കും ബീഹാറിൽ സംഭവിക്കുക. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. മമ്മാസ് ഡിഷ് വാഷ് ലിക്വിഡ് ഉള്ളപ്പോ കുറച്ചു ചാടയൊക്കെ ആവാടോ. Mamma's dishwash liquid. Soft on hands.